അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളും നമ്മുടെ കുടുംബവും കുട്ടികളുമൊക്കെ വീട്ടിലുള്ള സമയത്ത് നമ്മുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കോൾ നോക്കി നമ്മൾ കുട്ടിയോട് പറഞ്ഞു, ഫോൺ എടുത്തിട്ട് ഉപ്പ പുറത്തു പോയതാണ്, ഉമ്മ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടി ചെറിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് അത് അംഗീകരിക്കാൻ, അങ്ങനെ ഒരു കളവ് പറയാൻ പ്രയാസമുണ്ടാകും. പക്ഷെ പിന്നീട് ഇത് ശീലമായി മാറിക്കഴിഞ്ഞാൽ പലതവണ ഇത് കുട്ടിയോട് ആവർത്തിച്ച് പറഞ്ഞ് ഉപ്പയും ഉമ്മയും ജ്യേഷ്ഠന്മാരും കുടുംബക്കാരുമൊക്കെ കളവ് പറയുന്നത് കുട്ടി കണ്ട് ശീലിച്ചാൽ പിന്നെ അതൊരു പ്രയാസമില്ലാതായി മാറും. മനുഷ്യൻ്റെ ശുദ്ധപ്രകൃതി സത്യം പറയണം എന്ന നന്മയോട് താല്പര്യമുള്ളവനായിട്ടും കളവ് പറയരുത് എന്ന ന്യായം, കളവ് എന്ന തിന്മ അതിനോട് വെറുപ്പുള്ളതായിട്ടുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത്. ഒരു ശുദ്ധപ്രകൃതിയിലാണ് റബ്ബ് നമ്മെ പടച്ചിട്ടുള്ളത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഫിത്രത്തിലാണ് അള്ളാഹു നമ്മളെ പടച്ചിട്ടുള്ളത്. ആ ഫിത്രത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്നത് ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്റാനിഹി ഔ യുമജ്ജിസാനിഹി, അവനെ മറ്റു മതങ്ങളിലേക്ക്, ക്രിസ്ത്യാനിറ്റിയിലേക്ക്, ജൂതമതത്തിലേക്ക്, മജൂസിയിലേക്ക് ആക്കി മാറ്റുന്നത് അവൻ്റെ മാതാപിതാക്കളാണ്. സാഹചര്യങ്ങളാണ് ഈ ഫിത്രയിൽ നിന്ന് ആളുകളെ തെറ്റിക്കുന്നത്. അതെ, നമ്മൾ പല പ്രത്യയശാസ്ത്രങ്ങളും നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ പറ്റും, പല മതങ്ങളെയും കാണാൻ പറ്റും. അതിൽ പലതും പറയാറുള്ളത് മനുഷ്യൻ ജനിക്കുന്നത് തന്നെ പാപിയായിട്ടാണ് എന്നുള്ള നിലക്കാണ്. അതേസമയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, മനുഷ്യരെല്ലാവരും ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. ഓരോ ആസ്പെക്റ്റിലും, ജീവിതത്തിലെ ഓരോ ആസ്പെക്റ്റിലും നമുക്കിത് കാണാൻ പറ്റും. ഇപ്പോൾ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്, നിങ്ങൾ മക്കളെ ഒരു 18 വയസ്സുവരെ മതം പഠിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, മദ്രസകളിലേക്ക് മക്കളെ നിങ്ങൾ പറഞ്ഞയച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്ക് മതം ഉണ്ടാകുമായിരുന്നില്ല. ഇത് സാധാരണ നമ്മൾ ചില ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. എന്നാൽ അതാണോ യാഥാർത്ഥ്യം? അതല്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ബിലീഫ് ഇൻ ഗോഡ് എന്ന് പറയുന്നത്. ദൈവത്തിൽ ഒരു ദൈവമുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്, ഒരു സൂപ്പർ പവർ ഉണ്ട് എന്നുള്ളത് ഒരിക്കലും നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഞാൻ വെറുതെ നമ്മൾ ഇവിടുന്ന് പറയണ്ട, ഏതെങ്കിലും മദ്രസ ആളുകൾ പറയേണ്ട ആവശ്യമില്ല. ഇത് പറയുന്നത് പിന്നെ സയൻസിൽ ഇത് സ്റ്റഡി ചെയ്തിട്ടുള്ള ആളുകളാണ്. ആ സയൻറ്റിഫിക് സ്റ്റഡീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കൂ, ഒലിവറ പെട്രോവിച്ചിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ദ നോൺ നാച്ചുറൽ കോസാലിറ്റി ഇൻ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട് എന്ന് പറയുന്ന അവരുടെ ഒരു സ്റ്റഡിയിൽ ഇത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരുപാടധികം സ്റ്റഡി, പോൾ ബ്ലൂമിൻ്റെ സ്റ്റഡി, ജസ്റ്റിൻ ബാരറ്റിൻ്റെ ദ ബോൺ ബിലീവേഴ്സ് എന്ന് പറയുന്ന പുസ്തകം, ഇതിലൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കുഞ്ഞുങ്ങളും അവരൊരു 13-14 വയസ്സ് വരെ നിങ്ങൾ മതവുമായി ബന്ധപ്പെട്ട്, ദൈവവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും അവർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അവരുടെ മനസ്സിൽ ഒരു തോട്ടുണ്ട്. ആ തോട്ട് എന്താണ്? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഏതോ ഒരാൾ മുകളിലുണ്ട്. അതുകൊണ്ടാണ് ഇ എം എസിനോട് വലിയ വിമർശനം ഒരാൾ ഉന്നയിച്ച സമയത്ത് EMS പറയുന്നുണ്ട്, മാധ്യമപ്രവർത്തകനെ വലിയ വിമർശനങ്ങൾ അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷെ മുകളിലൊരാളുണ്ട് കേട്ടോ. ആരാ പറയുന്നത്? എയ്ത്തിസ്റ്റ് ആയിട്ടുള്ള, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന EMS അതാണ് പറയുന്നത്. അപ്പം മുകളിലൊരാളുണ്ട് എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതിയാണ്. 2, അത് ഒന്നാണോ അതോ അതിലധികമാണോ? ഇപ്പോൾ പോളിതീസ്റ്റുകളായിട്ടുള്ള ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്ന് പറയുന്ന ആളുകളെ കാണാൻ പറ്റും. പക്ഷേ മനുഷ്യപ്രകൃതി എന്നുള്ളത് ഒരൊറ്റ ദൈവമാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ ആർഗ്യുമെന്റാണ് അല്ലേ? വിശുദ്ധ ഖുർആൻ ഏകനായ ഒരു ദൈവത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. അത് മനുഷ്യന് മനസ്സിലാകാത്ത ഒന്നല്ല. അവൻ്റെ ശുദ്ധപ്രകൃതി എന്താണോ തേടുന്നത് അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ന്യായമായി പറയുന്നത്. ഇനി 2 ആരാധ്യന്മാരുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇദല്ല ദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ്, ഓരോരുത്തരും അവനവൻ്റെ കൈവശമുള്ള അധികാരത്തിലുള്ള സാമ്രാജ്യവുമായി ഓരോ ഇലാഹും പോകും. ഒരു കാറ്, ആ കാറിന് 2 ഡ്രൈവിംഗ് സീറ്റുണ്ട്. 2 ഡ്രൈവിംഗ് സീറ്റിൽ തുല്യമായ കഴിവുകളുള്ള, തുല്യമായ കപ്പാസിറ്റികളുള്ള, തുല്യമായ ഫെസിലിറ്റീസ് ഉള്ള 2 ഡ്രൈവിംഗ് സീറ്റിൽ 2 വ്യത്യസ്ത ചിന്താഗതിയുള്ള ഡ്രൈവർമാരാണെങ്കിൽ ആ വണ്ടി ശരിക്കും ഓടുമോ? ഒരടിമ, ആ അടിമക്ക് തുല്യശക്തിയുള്ള, തുല്യ അധികാരമുള്ള, എന്നാൽ 2 ചിന്താഗതികളുള്ള 2 യജമാനന്മാരാണ് ഒരടിമക്കുണ്ടായിരുന്നതെങ്കിൽ ആ അടിമയുടെ വല്ല പ്രവർത്തനവും ശരിയായി നടക്കുമോ? അതല്ല, ഒരേ യജമാനൻ ഉണ്ടാകുന്നതാണോ നല്ലത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ഇത് മനുഷ്യൻ്റെ ലോജിക്കിന്, അവൻ്റെ ശുദ്ധപ്രകൃതിക്ക് വളരെ ലളിതമായി മനസ്സിലാകുന്ന വളരെ വ്യക്തമായ ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് ബാഹ്യമായ സ്വാധീനങ്ങളില്ലാതെയാണത് വളർന്നു വരുന്നത് എങ്കിൽ അത് ശുദ്ധമായ തൗഹീദിൽ, ശുദ്ധമായ അവൻ്റെ പ്രകൃതിയിൽ, ആ ഫിത്രത്തിൽ,
ആ ഇസ്ലാമിൽ തന്നെയായിരിക്കും അത് തുടർന്നു പോവുക. അല്ലാതെ മറ്റു ചിന്താഗതികളിൽ, അതിനർത്ഥം അവൻ നിസ്കരിക്കുമെന്നോ നോമ്പെടുക്കുമെന്നൊന്നുമല്ല. നോമ്പും നിസ്കാരവുമൊക്കെ അത് പ്രവാചകാധ്യാപനങ്ങളിലൂടെ പകർന്നു വന്ന വിജ്ഞാനങ്ങളിലൂടെ നേടിയെടുക്കേണ്ടതാണ്. പക്ഷെ പ്രകൃതിയാ തന്നെ തൗഹീദ്, അള്ളാഹുവിനെ മാത്രമേ, ഏകനായ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ചിന്ത അവൻ്റെ പ്രകൃതിയിൽ തന്നെ ഉണ്ടാകും. അവൻ ഏക ദൈവത്തെ ആരാധിക്കും. അപ്പോൾ ദൈവമുണ്ട് എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഫിത്രത്ത്, ശുദ്ധപ്രകൃതി. അത് ഏകദൈവമാണ് എന്നുള്ളതാണ് അവൻ്റെ ശുദ്ധപ്രകൃതി. ഇനി നമ്മൾ അടുത്തൊരു ആസ്പെക്റ്റിലേക്ക് വരൂ. നോക്കൂ, നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു സൈനികൻ ഒരു പിഞ്ചു കുഞ്ഞിനെ, ഇൻഫൻറ്റിനെ വെടിവെച്ച് കൊല്ലാൻ നിൽക്കുന്നു, വെടിവെച്ച് കൊല്ലുകയാണ്. അത് നമ്മളിങ്ങനെ കണ്ടു നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ചിത്രങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഫലസ്തീനിൽ ഇസ്രായേലിൽ നടത്തുന്ന ഭീകരവാദം, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ തോട്ട് പ്രോസസ്സ് എന്താണ്? ഇത് ശരിയല്ല എന്നുള്ളതാണ്. അവിടെ അതിൻ്റെ സാഹചര്യം എന്താണ്? അവിടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആ ഒരു കുഞ്ഞിനെ കൊല്ലാൻ ആ സൈനികന് വേറെ എന്തെങ്കിലും കാര്യകാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. അതൊരു പിഞ്ചു കുഞ്ഞാണ്. ആ പിഞ്ചു കുഞ്ഞിനെ ഒരാൾ കൊല്ലാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, ആബ്സല്യൂട്ട്ലി അത് തെറ്റാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും മൈൻഡിലേക്ക് വരുന്ന ഒരു തോട്ട് പ്രോസസ്സാണ്. ഇതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് പറയുക. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതേപോലെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഒബ്ജക്റ്റീവായിട്ടുള്ള മോറൽ കോഡാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പടച്ചവൻ എന്ത് ശരിയാണെന്ന് പറഞ്ഞോ എന്ത് തെറ്റാണെന്ന് പറഞ്ഞോ അത് ശരിയും തെറ്റുമാണ് എന്നുള്ളൊരു കോഡിങ് നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ വേറെ ചില ആളുകൾ ഇതിനെ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ചില ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പം അവർ പറയും എന്താണ്, ഈ ജീവിതത്തിന് എന്താണ് പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റൊരു ചോദ്യമാണ് ഈ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ്, ഈ ജീവിതത്തിൻ്റെ മീനിങ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചില നിരീശ്വരവാദികൾ, യുക്തിവാദികൾ എന്ന് പറഞ്ഞ നടക്കുന്ന ആൾക്കാർ പറയാറുള്ളത്, അപ്പോൾ കുറേ കാലം അവർ പർപ്പസൊക്കെ പറയാൻ ശ്രമിച്ചു. ഇപ്പോൾ അവർ പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ അപ്പോസ്തലന്മാർ പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പർപ്പസിൻ്റെ ആവശ്യമില്ല. പിന്നെ ചോദ്യം കഴിഞ്ഞല്ലോ, പർപ്പസിൻ്റെ ആവശ്യമില്ല, മീനിങ്ങിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു മീനിങ് ഇല്ല, നമ്മളങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. ഇന്ന് പ്രൊഫൈസിൽ എനിക്ക് അറ്റൻഡ് ചെയ്യണം, അതാണ് എൻ്റെ പർപ്പസ്, ഇന്നത്തെ പർപ്പസ്. അതല്ലാതെ ഈ ജീവിതത്തിന് പർപ്പസ് ഒന്നും ആവശ്യമില്ല. നമ്മളൊരു എക്സാം എഴുതുമ്പം അതിന് നമുക്കൊരു പർപ്പസ് ഉണ്ട് അല്ലേ? ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഈ ജീവിതത്തിന് എന്ത് വേണ്ട? പർപ്പസ് വേണ്ട എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അവിടെ ഫിത്റത്ത് എന്താണ് എന്നുള്ളത് ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ഒരാഗ്രഹവും ജീവിതത്തിനൊരു ലക്ഷ്യം വേണം എന്നുള്ളതാണ്. ആഗ്രഹത്തിനനുസരിച്ച് തന്നെ ലോകരക്ഷിതാവ് അവൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. റബ്ബിനെ മാത്രം ആരാധിക്കാൻ, അതിനുവേണ്ടിയാണ് നാം മനുഷ്യരെ പടച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ജിന്നുകളെയും മനുഷ്യരെയും അല്ലാഹു പടച്ചിട്ടുള്ളത് അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. അതിനർത്ഥം നിസ്കരിക്കണം സദാസമയം, നോമ്പെടുക്കണം സദാസമയം, അതൊക്കെ ആരാധനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനകളാണ്, സംശയമൊന്നുമില്ല. അവ മാത്രമല്ല ആരാധനകളായി, നന്മകളായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് മനുഷ്യൻ എന്തൊക്കെ നന്മയായി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ലോകത്തെ ഏതെല്ലാം ദർശനങ്ങൾ, ഏതെല്ലാം ഇസങ്ങൾ നന്മയാണ് എന്ന് പറയുന്നുണ്ടോ, മനുഷ്യൻ്റെ പ്രകൃതി എന്തൊക്കെ ഗുണകരമാണ് എന്ന് പറയുന്നുണ്ടോ, അവയിൽ മനുഷ്യരാശിക്ക് ഗുണകരമായ എല്ലാം ഇസ്ലാം നന്മയായി പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഭൗതിക ജീവിതത്തിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോലും ഇസ്ലാമിലെ ഇബാദത്താണ്. നമ്മൾ വീട്ടിൽ ചെലവിന് കൊടുക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിന്റെ ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഉരുള സദഖയാണ് എന്നാണ്. നമ്മൾ മക്കളെ നോക്കുന്നത്, നമ്മൾ ജോലി ചെയ്യുന്നത്, അതിനുവേണ്ടി നമ്മൾ വിശ്രമം നടത്തുന്നത് പോലും നമുക്ക് പുണ്യകരമായി തീരുമെന്നാണ്. നല്ല ഉദ്ദേശമുണ്ടെങ്കിൽ, നിയ്യത്തുണ്ടെങ്കിൽ അതൊക്കെ നന്മയായി മാറുമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇസ്ലാം പഠിപ്പിച്ച എല്ലാം ഫിത്രത്താണ് എന്നുള്ളിടത്ത് ഏറ്റവും മികച്ചൊരു ഉദാഹരണം ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ പറ്റും. നോക്കൂ, ഇപ്പൊ സെക്ഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ലൈംഗികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ ഒട്ടേറെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിവാഹം വേണ്ട എന്ന് പറയുന്ന ചില ആളുകളെ കാണാൻ പറ്റും. അവിടെ ഇസ്ലാം മുന്നോട്ട് വെച്ച ഫിത്ര എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശുദ്ധപ്രകൃതി എന്താ, മനുഷ്യന്റെ ശുദ്ധപ്രകൃതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം ആവശ്യമാണ് എന്നുള്ളതാണ്. ഇനി വിവാഹം ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അത് ആര് തമ്മിലാവണം? അവിടെയും ഫിത്രത്തുണ്ട്. അത് ആണും പെണ്ണും തമ്മിലായിരിക്കണം. അതാണ് മനുഷ്യന്റെ ശുദ്ധപ്രകൃതി. അതാണ് പാരമ്പര്യമായി നമ്മൾ ഈ ഒരു ഹ്യൂമൻ റേസ് തന്നെ മുന്നോട്ട് പോകുന്നത് ആ ഒരു ഫിത്രത്തിൽ അടിയുറച്ചത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് ചില ആളുകൾ നമുക്ക് കാണാൻ പറ്റും, അവരെന്താണ് പറയുന്നത്? ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന പർട്ടിക്കുലർ ഇഷ്യൂവിൽ
അവിടെ ഒരാൾ ഫിത്രത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അയാൾ ഹോമോസെക്ഷുവാലിറ്റിയിലേക്ക് പോകും. പക്ഷേ അവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ളത് പുതിയൊരു കാര്യമായി അവരെ പറയുമ്പോൾ അവിടെ വരുന്ന എന്താണ്, മനുഷ്യൻ്റെ ശരീരപ്രകൃതി എന്നുള്ളത് ഒരിക്കലും ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരു ഓറിയൻറ്റേഷനെ പറ്റിയിട്ട് ആ രീതിയിലല്ല, മറിച്ച് ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു ശരീരപ്രകൃതിയാണ് മനുഷ്യന് പടച്ച തമ്പുരാൻ തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ഫിത്രയായി മാറുന്നത്. അവിടെ ഈ ഹോമോസെക്ഷുവാലിറ്റിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുക ശാരീരികമായും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാൻ പറ്റും. അതിനുള്ള സ്റ്റഡീസ് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ഒരു വിവാഹം കഴിക്കാതെ മറ്റൊരു ഇണയുമായി മറ്റൊരു സ്ത്രീയുമായി ലൈംഗികതയിൽ ഏർപ്പെടുക എന്നതു മാത്രമല്ല ഒരാൾക്ക് വെറുപ്പുള്ളതാകേണ്ടത്. അങ്ങനെയല്ല ഒരാളുടെ പ്രകൃതിയും. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ഉമ്മ, അങ്ങനെ തുടങ്ങി ഞാനുമായി ബന്ധമുള്ള ആരും ഇത്തരം തോന്നിയാസങ്ങളിലേക്ക് അവിഹിതങ്ങളിലേക്ക് പോകുന്നതിൽ ആത്മരോഷമുണ്ടാകുന്നതാണ്. അത് മനുഷ്യൻ്റെ സ്വാഭാവിക പ്രകൃതിയാണ്. ഈ ആത്മരോഷം ഉണ്ടാകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ആത്മരോഷം ഭാര്യയോ മക്കളോ ആരെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ദയൂസ്, അവൻ കൂട്ടിക്കൊടുപ്പുകാരനാണ് എന്നാണ്. അപ്പോൾ തിന്മ ചെയ്യുക എന്നുള്ളത്, ആ തിന്മ ഒരു വൃത്തികെട്ട തിന്മയാവുക എന്നുള്ളത്, അതിൽ ഗീറത്തുണ്ടാവുക, ഒരു ധാർമ്മിക രോഷമുണ്ടാവുക എന്നത് ഉണ്ടാകേണ്ട ഗുണമായി അള്ളാഹു പഠിപ്പിക്കുകയാണ്. അഥവാ ഏതൊന്ന് തിന്മയായി മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ, ബാഹ്യമായ സ്വാധീനങ്ങളില്ലാതെ, ഇസങ്ങളുടെ സ്വാധീനമില്ലാതെ, ലിബറൽ ആശയങ്ങളുടെ സ്വാധീനമില്ലാതെ എന്തൊന്ന് മനുഷ്യൻ്റെ മനസ്സിൽ തിന്മയായി മോശമായി വിചാരിക്കുന്നുണ്ടോ, ആ മോശമായി വിചാരിക്കുന്നതെല്ലാം ഇസ്ലാം നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയാണ് ഗീറത്ത് എന്ന് പറയുന്ന, പ്രൊട്ടക്റ്റീവ് ജലസി എന്ന് പറയുന്നത്. പലപ്പോഴും ഇതിന് ഇന്നത്തെ കാലത്തുള്ള ആളുകൾ പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തോ ഒരു ഓവർ പൊസസീവ്നെസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്തിന് യോജിക്കുന്നതല്ല, അല്ലേ? എന്തിനാണ് അങ്ങനെ നിങ്ങളുടെ ഭാര്യയെ കെട്ടിപ്പൂട്ടി വെക്കണം, അങ്ങനെയുള്ള ചിന്തകളൊന്നും ഈ 2026 നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ കാര്യമുണ്ടോ എന്നാണ് ഈ ആളുകൾ ചോദിക്കുന്നത്. അവിടെ യഥാർത്ഥ ഫിത്തുറത്ത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫിത്തുറത്ത് എന്നുള്ളത് നോട്ട് സംതിങ് ടു ബി ഇൻവെന്റഡ്, നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. അത് നമ്മൾ വീണ്ടും റിമെമ്പർ ചെയ്യേണ്ട കാര്യമാണ്. സ്വാഭാവികമായും മനുഷ്യനാണ്, ഒരുപാടധികം ഇൻഫ്ലുവൻസ് ഉണ്ടാവും. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ പുതിയ കാലത്ത് ഭയങ്കര പ്രശ്നമാണ്. അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് ഒരു കനൽക്കട്ട കയ്യിൽ ഇങ്ങനെ പിടിച്ച ആളുകളെ പോലെയാണ്. അപ്പം അങ്ങനെ ജീവിക്കുന്ന നമുക്ക് സ്വാഭാവികമായും ഒരുപാടധികം ബാഡ് ഇൻഫ്ലുവൻസുകൾ ഉണ്ടാവും. പക്ഷേ അതിൽ നിന്ന് ഫിത്രത്ത് റീഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഫിത്രത്ത് ക്ലൗഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ ക്ലൗഡിങ് ഒഴിവാക്കുക എന്നുള്ളതാണ്, അള്ളാഹു പറഞ്ഞതിലേക്ക് നേരെ തിരിച്ചു പോവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള പരിഹാരം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മനുഷ്യൻ്റെ മനസ്സ് നന്മയായി ആഗ്രഹിക്കുന്ന എല്ലാം അവൻ്റെ ഫിത്രത്തിൽ നിന്നുകൊണ്ട്, അവൻ്റെ ആ ശുദ്ധ പ്രകൃതിയിൽ നിന്നുകൊണ്ട് നന്മയായി ആഗ്രഹിക്കുന്നതെല്ലാം അള്ളാഹു നന്മയായി പഠിപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. നോക്കൂ, പ്രപഞ്ചനാഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദഗ്രന്ഥം, അതിനെക്കുറിച്ച് അവൻ പറയുന്നിടത്ത് വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഇത് അള്ളാഹുവിൽ നിന്നല്ല എങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു നിങ്ങൾക്ക് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഖുർആനിലുള്ള ഒരു സ്ഥലത്തുള്ളത് മറ്റൊരു സ്ഥലത്തിന് എതിരാവുകയില്ല എന്നതുപോലെ തന്നെ പ്രകൃതിയുടെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായും മനുഷ്യൻ്റെ പ്രകൃതിയാലുള്ള മനസ്സിനെതിരായിക്കൊണ്ടും അള്ളാഹു ഒരിക്കലും ഒരു നിയമവും ഉണ്ടാക്കിയിട്ടില്ല എന്നുകൂടി ആ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങാടിയിലിറങ്ങുമ്പോൾ നല്ല ഒരു സ്വഭാവമായിരിക്കണം, വീട്ടിൽ നല്ല സ്വഭാവമായിരിക്കണം, അയൽവാസിയോട് നല്ല പെരുമാറ്റമായിരിക്കണം, കുടുംബത്തെ പരിഗണിക്കണം, കൂട്ടുകാരെ സന്ദർശിക്കണം, ഇങ്ങനെ തുടങ്ങി പ്രകൃതിയിൽ നന്മ ചെയ്യണം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നന്മയിൽ നിന്നെല്ലാം മനുഷ്യനെ തെറ്റിച്ചു കളയുന്ന പ്രധാനപ്പെട്ട ഘടകമായി അള്ളാഹു പരിചയപ്പെടുത്തുന്നത് പിശാചിനെയാണ്. ഇന്നി ഖലഖ്തു ഇബാദി ഹുനഫാഅ കുല്ലഹും, എല്ലാവരെയും നാം പടച്ചിട്ടുള്ളത് നന്മയിലേക്ക് ചായ്വുള്ളവരായിക്കൊണ്ടാണ്. വ ഇന്നഹും അതത്ഹുമു ശയാത്തീൻ, അങ്ങനെ പിശാചുക്കൾ അവരുടെ അരികിൽ വരുന്നു. ഫജിതാലതുഹും അൻ ദീനിഹിം, അങ്ങനെ അവരുടെ യഥാർത്ഥ മതത്തിൽ നിന്ന് അവരെ തെറ്റിച്ചു കളയുന്നു എന്നാണ്. നമ്മുടെ മുഖ്യ ശത്രുവിനെ കരുതിയിരിക്കുക, അവൻ്റെ വഴികേടിനെ പറ്റി ധാരണയുണ്ടാവുക, അങ്ങനെ നമ്മുടെ ഫിത്രത്തിൽ തന്നെ, ശുദ്ധ പ്രകൃതിയിൽ തന്നെ, യഥാർത്ഥ ഇസ്ലാമിൽ തന്നെ തുടരാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.